സർക്കാർ തുടരണോ? പ്രതിപക്ഷം സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന വിഷയങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങളോടെല്ലാം പ്രതികരിക്കുകയാണ് നമ്മുടെ യുവ തലമുറ, കൊച്ചിയിലെ ഒരു കൂട്ടം യുവാക്കൾ. അതില്ല, മാറ്റങ്ങൾ വരണമല്ലോ. മാറണം എന്ന് ആഗ്രഹിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവർ മാറിക്കഴിയുമ്പോൾ ഇനി തിരിച്ചു വരാനുള്ളതിന് വേണ്ടി കൂടുതൽ പ്രവർത്തിക്കുള്ളൂ. അപ്പം മാറണം എന്ന് തോന്നുന്നു. ഓക്കെ, മാറി മാറി വന്നാലേ ഓരോരുത്തർ മീൻസ് ഇനി ഇലക്ഷന് വരാൻ വേണ്ടി കൂടുതൽ പ്രോഗ്രസ് ആയിട്ട് ഓരോന്ന് ചെയ്യുള്ളൂ. അത് ജനങ്ങളെ കൺസെപ്റ്റ് അനുസരിച്ചാണല്ലോ. അവർ ആരോപിക്കുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് അവർക്ക് തോന്നിയ മാറ്റങ്ങൾ വരും. ഇനിയിപ്പം ചില ആൾക്കാർ അധികാരത്തിൽ കയറാൻ വേണ്ടി പലതും ആരോപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ബേസ്ഡ് ഓൺ ഓരോരുത്തരെ ജനങ്ങളെ കൺസെപ്റ്റ് അനുസരിച്ചായിരിക്കും മാറ്റം വരിക. തുടരണമെന്നാണ് നമ്മളെ ഐഡിയ. ഇപ്പം പിണറായി വിജയൻ്റെ എന്തൊരു വികസനം ഉണ്ട് നമ്മളെ മെട്രോ ആയാലും. ഇല്ലില്ല, നമുക്കിപ്പോൾ ഒരാൾ മാത്രം ഭരിക്കാണ്ട് എല്ലാവരും മാറി മാറി വേണമല്ലോ. എന്നാലേ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുള്ളൂ ആരാണ് ഏറ്റവും ഇതിൽ നിൽക്കുന്നത്. ആ ഒരു ഇതാണ് എൻ്റെ ഒരു ആശയം. നല്ല കാര്യത്തിലാണ് ഇപ്പോൾ പോകുന്നത്. കുറച്ചും കൂടി മാറ്റം വരുത്തിയാൽ കൊള്ളായിരുന്നു. യുവജനങ്ങൾക്ക് കൊടുത്താൽ നന്നായിരുന്നു. അതായത് കഴിഞ്ഞ 2 ടൈമില് LDF ഭരണം ചേട്ടന് തൃപ്തിയാണ്? തൃപ്തിയാണ്. കാരണം LDF സർക്കാർ വന്ന ശേഷമാണ് സിവിൽ ഡിഫൻസ് എന്നൊരു യൂണിറ്റ് ഉണ്ടായത്. ഞങ്ങളിപ്പോൾ സിവിൽ ഡിഫൻസ് വാളണ്ടിയർമാരാണ്. ഞങ്ങൾക്കത് കിട്ടാൻ കാരണം പിണറായി വിജയൻ സർക്കാർ വന്ന ശേഷമാണ്. 2012 വെള്ളപ്പൊക്കം, പല കാര്യങ്ങൾക്കും സർക്കാർ, ബ്രഹ്മപുരം, അങ്ങനെ പല കാര്യങ്ങൾക്കും സർക്കാർ ഒപ്പം ഉണ്ടായി. അത് സർക്കാരിനോട് നന്ദി പറയാനേ ഉള്ളത്. പിന്നെ സർക്കാരിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് എതിരാണ്. കാരണം സർക്കാർ ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങൾക്ക് തന്നെ എതിരാണ്. കാരണം കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം, ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഞാൻ ഒപ്പം തന്നെയാണ്. അടുത്ത മന്ത്രിസഭ ഇരിക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഭംഗിയുള്ള കേരളമായി മാറും. കാരണം പൊതു മാലിന്യങ്ങളും ഇതെല്ലാം ഒരു കണക്കാണ്. നമ്മുടെ എത്രയോ പേരാണ് വിദേശത്തേക്ക് പോകുന്നത്. ഇവിടെ വിദ്യാഭ്യാസം കൊണ്ടുവരണം, വിദേശികൾ ഇവിടെ വന്ന് പഠിക്കണം. അതാണ് എനിക്ക് ഓപ്പോസിറ്റ് പറയാനുള്ളത്. കാരണം വിദേശികളായ ആൾക്കാർ എത്ര പേര് പഠിക്കാതെ ഇരിക്കുന്നത്, അതാണ് എനിക്ക് തോന്നുന്നത്.